ആസ്ക് ദ സ്കോളർ വിത്ത് ഷെയ്ഖ് റഹ്മത്തുള്ള പരിപാടിയിലേക്ക് സ്വാഗതം. ദാറുൽ ഖുർആനിലെ വിദ്യാർത്ഥിയായ ഷംസുദ്ദീൻ ആലപ്പുഴ ചോദിച്ചിരിക്കുന്ന ചോദ്യം: ബാർബർ ജോലിയും ശൈലാകർമ്മവും ചെയ്യുന്നവരെയും അത്തരം ജോലികൾ ഏർപ്പെടുന്ന കുടുംബങ്ങളെയും ഒസാൻ എന്ന പേരിൽ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചു വിവേചനപൂർവ്വം പെരുമാറുന്നതായി കാണാറുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള പഠനങ്ങളിൽ ഈ സാമൂഹികാവസ്ഥ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു വിവേചനത്തിന് മതപരമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ വിവേചനത്തിന് യാതൊരു ആധികാരികതയും പരിശുദ്ധ ഇസ്ലാമിൽ കാണാൻ കഴിയില്ല, ഒരിക്കലുമില്ല. അത് അംഗീകരിക്കാനേ കഴിയില്ല. ഈ വിവേചനം, അങ്ങനത്തെ ഒരു ജാതി വ്യവസ്ഥയോ ഏതെങ്കിലും ഒരു തൊഴിലിനെ നിസ്സാരവൽക്കരിക്കലോ ഇസ്ലാമിലില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം പേർഷ്യയിലേക്ക്, അതേപോലെ ഇന്ത്യയിലേക്ക്, ഈ തെക്കൻ കിഴക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നു വന്നപ്പോൾ അവിടെയുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് ചില ഭാഗങ്ങളെ അവിടുത്തെ പണ്ഡിതന്മാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ ഇസ്ലാമിൽ അതിനൊരു ബാർബർ ഒരു മോശക്കാരനാണ് എന്ന് പറയാനേ കഴിയില്ല. ബാർബർ മോശക്കാരനാണ്, അവൻ ഒസ്താൻ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുക, ഇതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. ഇസ്ലാമിൽ അങ്ങനെ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ചില ആളുകൾ പല ജാതി ന്യായങ്ങൾ അതിന് പറയും. അവര് രക്തം, ഹിജാമ ജോലി എന്ന് പറഞ്ഞാൽ അത് രക്തം കൊണ്ടുള്ള പണിയല്ലേ എന്നൊക്കെ പറയും. എന്താ പറയാ, അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്യും അവര്. അത് അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർമാര് അവരും വിവേചനം തള്ളപ്പെടണ്ടല്ലേ? ഏറ്റവും വലിയ വരേണ്യ വിഭാഗമായിട്ട് നിങ്ങൾ ഡോക്ടർമാരൊക്കെയാണ്. നിങ്ങളുടെ ഒരു പേരിന്റെ നേരെ മുന്നിൽ ഒരു DR ഒരു ഡോട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ കുതിക്കുക, അതിനുവേണ്ടി നിങ്ങൾ കോടികൾ ചെലവാക്കുക, MD എടുക്കാൻ വേണ്ടി. ഇത് ഈ രക്തം കൊണ്ടുള്ള കളിയല്ലേ? ഇതല്ലേ സർജന്റെ പണി? ഇതല്ലേ ഡോക്ടറുടെ പണി? ഡോക്ടറുടെ പണിയൊക്കെ എവിടെയാ കിടക്കുന്നത്? രക്തവുമായിട്ടും മനുഷ്യന്റെ ആന്തര അവയവമായും മനുഷ്യൻ മറച്ചു പിടിക്കുന്ന ഔറത്തിന്റെ ഉള്ളിലുള്ള അണ്ടർവെയറിലുള്ള ഉള്ളിലുള്ള അവയവങ്ങളെ വരെ തപ്പി നോക്കേണ്ട ആളാണ് ആര്? ഡോക്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മോഷ്ടപ്പെടുത്ത സ്ഥലത്ത് കൈവെക്കുന്ന ആളെന്നോ അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് കളിക്കുന്ന ആളെന്നോ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അന്നം മക്രൂ ആകുകയാണെങ്കിൽ ഡോക്ടർമാരെ അന്നല്ലേ മക്രൂ ആണ്ടത്? അവരെ ചങ്ങാത്തം കൂടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുക. അതേ സമയത്ത് ബാർബർമാരെ പറ്റി ഇതേ ന്യായം പറഞ്ഞ് നിങ്ങൾ തള്ളു. അത് ഇസ്ലാമിൽ നിന്ന് ഉണ്ടായതല്ല. അത് മറ്റുള്ള സൊസൈറ്റികളെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം എങ്ങനെ വിപുലമായി പോയപ്പോൾ അവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങളെ അറിയാതെ മുസ്ലിം പണ്ഡിതന്മാരിലേക്ക് കയറിക്കൂടിയതാവാനേ തരമുള്ളത്. ആരാണെങ്കിലും അങ്ങനെയല്ലാത്തൊരു ന്യായം ഇല്ല. ആ സയ്യിദുൽ ഹജ്ജാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അബൂ സമഅ ഉബൈദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. ആരാ ഈ സ്വഹാബി? ഈ സ്വഹാബി ബായഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈഅത്തി റിദ്വാൻ. സുബ്ഹാന ജല്ല വഅല. അവരാണ് സയ്യിദുൽ ഹജ്ജാം. പിന്നെ എങ്ങനെ ഇവര് മോശക്കാരാവുക? എന്താ നിങ്ങൾ പറയുന്നത്? സയ്യിദുൽ ഹജ്ജാം, അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ തൊഴിലെടുക്കുന്നവരുടെ കൂട്ടത്തിലെ നേതാവായി അറിയപ്പെട്ട ആളാണ് ആര്? ബഹുമാനപ്പെട്ട അബൂ സമഅ ഉബൈദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു. വല്ലാത്ത സ്വഹാബിയാണെന്ന് മാത്രമല്ല, അവരാരാണ്? ഷഹീദ ബൈഅത്തുർ റിദ്വാൻ. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുടെ വൈശിഷ്ട്യം നിങ്ങൾക്കറിയാലോ. സ്വഹാബിയായ തന്നെ വലിയാണ്. എന്തുകൊണ്ട്? അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുന്ന ഉറപ്പല്ലേ? അത് ആര്? സ്വഹാബി. ഇത് കേവലം സ്വഹാബിയുമല്ല. ആരാണത്? മിമ്മൻ ഷഹിദ ബൈഅത്തുർ റിദ്വാൻ മഅൻ നബിയിൽ മുസ്തഫ. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അവരത്രയും വലിയ ഉന്നതന്മാരായ സ്വഹാബികൾ മാത്രം പങ്കെടുത്തതാണ് എന്ത്? ബൈഅത്തുർ റിദ്വാൻ. ആ ബൈഅത്തുർ റിദ്വാനിൽ ബൈഅത്ത് ചെയ്ത ആളാണ് ആര്? സയ്യിദുൽ ഹജ്ജാമായ ആര്? അബൂ സമഅ ഉബൈദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു. അവരാണ് സയ്യിദുൽ ഹജ്ജാം. ഇസ്ലാമിലെ ഏത് കാലത്തെയും ബാർബർമാരുടെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത്. അതുകൊണ്ട് അവർക്ക് ആ പേര് കൊടുത്തു. മനസ്സിലാവുന്നു പറയുന്നത്? അപ്പൊ ഇതൊക്കെ ചില
ഇന്ത്യയില്, അതേപോലെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളില്, ആ രാജ്യങ്ങളൊക്കെ ജാതി വ്യവസ്ഥ നിലനിന്നിട്ടുണ്ട്. അപ്പൊ ആ ജാതി വ്യവസ്ഥ നിലനിന്ന നാടുകളിലേക്ക് ഇസ്ലാം വന്നപ്പോൾ ആ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച മുസ്ലിം പണ്ഡിതന്മാരിൽ സ്വാഭാവികമായി ഇങ്ങനത്തെ രീതികളൊക്കെ കേറിക്കൂടിയതാകാം. അല്ലാതെ ഇസ്ലാമിൽ ജാതി വിവേചനം എന്നൊരു സംഗതിയില്ല. ഏത് തൊഴിലും, എന്ത് തൊഴിലും, ആ തൊഴിലില്ലെങ്കിൽ എന്താവും? ഒരാൾ കക്കൂസാണ് കഴിക്കുന്നത്, കക്കൂസിൽ നിറഞ്ഞത് ഒരാൾ കോരി ഒഴിവാക്കുകയാണെങ്കിൽ ആ തൊഴിൽ നല്ലതോ ചീത്തയോ? നല്ലതല്ലേ? ആ തൊഴിലില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ഏത് തൊഴിലാണ് മോശം? ഇസ്ലാം ഒരു തൊഴിലിനെയും മോശമാക്കില്ല. മനസ്സിലാവേണ്ട പറഞ്ഞു, ഇസ്ലാമിൽ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി, നിങ്ങളിൽ ആർക്കാണ് ദൈവികമായ മതത്തോടുള്ള ബന്ധം, ആർക്കാണ് ഭക്തിയുള്ളത്, ആർക്കാണ് സ്വഭാവമുള്ളത്, ആരാണ് ദൈവത്തെയും ദൈവദൂതനെയും ഇസ്ലാമിക നിയമങ്ങളെയും സാമൂഹിക കാര്യങ്ങളെയും കൂടുതൽ മര്യാദയോടെ പാലിച്ചത്, അവരാണ് ഉന്നതന്മാർ എന്ന് പറഞ്ഞില്ലേ? ഏറ്റവും വലിയ അടിമയല്ലേ കാബാലയത്തിന് മുകളിൽ കയറ്റിയത്? അങ്ങനെ എനിക്ക് ജാതി വ്യവസ്ഥ എന്ന് പറയണ്ടേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർ വരേണ്യ വർഗാണ്. നല്ല വെളുവെളുത്ത ഒരുത്തൻ ആക്ഷേപിച്ചു, ഇബ്നു സൗദാ അലൽ ബൈത്ത്, ആ കറുത്തവരുടെ മകനാണോ കാബാലയത്തിന് മുകളിൽ കയറ്റാൻ കണ്ടത്? കാബാലയത്തിന് മുകൾ ഭാഗത്ത് കയറി ബാങ്ക് കൊടുക്കാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹിന്റെ ദിവസം നിശ്ചയിക്കുന്നത് ആരെയാണ്? ബിലാലിനെ അറിയില്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹചാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് പോലും യാ സയ്യിദി, നേതാവേ എന്ന് വിളിക്കുന്ന ആരാണ്? ആര്? ബിലാൽ. ഇത് കറുത്ത നീഗ്രോ അടിമയല്ലേ? ഈ നീഗ്രോ അടിമയെ കാബാലയത്തിന് മുകളിൽ കയറ്റിയപ്പോൾ പുതുവിശ്വാസികളായ ചില ആളുകൾ ആരോ പറഞ്ഞു, ഇബ്നു സൗദാ അലൽ ബൈത്തി, ആ കറുത്ത നീഗ്രോ അടിമ സ്ത്രീയുടെ മോനെയാണോ കാബാലയത്തിന് മുകളിൽ കയറ്റാൻ കണ്ടത്? അപ്പോൾ ഉടനായത്തിറങ്ങി. എന്ത്? പരിശുദ്ധ ഖുർആനിലെ എന്താ പറയുന്നത്? ഏതാണും ഏത് പെണ്ണും കണക്കാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഈ കൊടാന കോടിയായി ഒഴുകിക്കിടക്കുന്ന മനുഷ്യ ജനസഞ്ചയം ഉണ്ടായത്. എല്ലാവരും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. ചില കറുത്തു വെളുത്തു എന്നാലും ഇവരൊക്കെ എന്തിലുണ്ട്? ആദമിലും ഹവ്വായിലുണ്ട്. അവരിൽ നിന്ന് ദേശത്തിനും കാലത്തിനനുസരിച്ച് നിറങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ. നിങ്ങളെ പിതാവിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിതാവ് അന്യനല്ലാത്തോലെ ഈ നീഗ്രോയിൽ നിങ്ങൾക്ക് അന്യനല്ല. മനസ്സിലാവേണ്ട പറഞ്ഞു. ഈ ആയത്ത് അവതരിക്കുമ്പോൾ സയ്യിദ് ബിലാൽ എന്ന നീഗ്രോ അടിമ, മുസ്തഫ നബി ഏറ്റവും സ്നേഹിച്ച നീഗ്രോ അടിമ, ഒരിക്കൽ ബിലാലിനോട് പുണ്യ റസൂൽ തന്നെ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? സബഖ്തനീ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇന്നലെ രാത്രി സ്വർഗം കാണിച്ചപ്പോൾ താങ്കൾ മുന്നിലും ഞാൻ പുറകിലുമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയും പറഞ്ഞിട്ടില്ല. പുണ്യ റസൂൽ പറഞ്ഞു, ഇന്നലെ രാത്രി സ്വർഗം കണ്ടപ്പോൾ നിങ്ങൾ മുന്നിലും ഞാൻ പുറകിലുമാണ്. അപ്പൊ അതല്ലേ ജാതി വ്യവസ്ഥയാക്കേണ്ടത്? ഇസ്ലാം ഒരു ജാതി വ്യവസ്ഥ അംഗീകരിക്കുന്നു. ഒരു തൊഴിലിനെയും നിസാരവൽക്കരിക്കുകയുമില്ല. ചിലപ്പോൾ മുദരിസിന്റെയും ഭരണാധികാരിയുടെയും വലിയക്കാളും വലിയ പ്രാധാന്യമുള്ള പണിയായിരിക്കും ഇത്. ഒരാൾക്ക് ഹജ്ജിന് വേറെ ഹജ്ജ് ചെയ്യണം, പ്രധാനപ്പെട്ട കർമ്മമല്ല ഹജ്ജ്. ഹജ്ജ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലെക്ചറോ പ്രൊഫസറോ ആവശ്യമില്ല, ബാർബർ ആവശ്യം ആണോ? അല്ലേ? ബാർബറില്ലാതെ ഹജ്ജ് കഴിയില്ല. ഒരു ഹജ്ജിൽ പോലും ആരെ കയറ്റി വെച്ചിട്ടുണ്ട്? ബാർബറെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ പൂർത്തീകരണ കർമ്മമാണല്ലോ ഹജ്ജ്. ആ ഹജ്ജിൽ വരെ ആരെ കയറ്റി വെച്ചിട്ടുണ്ട്? ബാർബറെ കയറ്റി വെച്ചിട്ടുണ്ട്. ബൈഅത്തുൽ പങ്കെടുത്തതാണ് സയ്യിദുൽ ഹജ്ജാം. ബാർബർമാരുടെ നേതാവ് എന്തിലുണ്ട്? അപ്പൊ അതൊരു തൊഴിൽ മാത്രമാണ്. വിവേചനത്തിന്റെ രീതികൾ പിൽക്കാലഘട്ടത്തിൽ ചില സാമൂഹിക സാഹചര്യങ്ങളെ ചില മുസ്ലിം പണ്ഡിതന്മാർ അറിഞ്ഞോ അറിയാതെയോ അഡാപ്റ്റ് ചെയ്ത് പോയപ്പോൾ സംഭവിച്ച ഒരു അബദ്ധധാരണ മാത്രമായിരിക്കും ബാർബർമാരെ കുറിച്ചുള്ള ചില രേഖകൾ അല്ലെങ്കിൽ ചില പ്രഭാഷണങ്ങൾ, ചില മനസ്സിലാക്കലുകൾ എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഒരിക്കലും ബാർബർമാർ നിസ്സാരന്മാരാണെന്ന രീതി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആസ്ക് ദി സ്കോളർ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാനായി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.